എന്തിനാ മോളെ ഇങ്ങനൊരു കുസൃതി നീ കാട്ടിയത്? അന്ന് ഇങ്ങനൊരു ബന്ധം വേണ്ടാന്ന് നീ പറഞ്ഞപ്പോ ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയാഞ്ഞിട്ടാണ് അച്ഛൻ കരുതിയത്. അതാ നിർബന്ധിച്ചത്. സന്തോഷത്തോടെ നിങ്ങൾ കഴിയുന്നത് കണ്ടപ്പോ അച്ഛന്റെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ടില്ല എന്ന് ഞാൻ സമാധാനിച്ചു. ഇനിയിപ്പോ എന്തു പറഞ്ഞ അച്ഛൻ നന്ദനെ ബോധ്യപ്പെടുത്തേണ്ടത്? നന്ദേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല അച്ഛാ. എനിക്ക് കാണണം. ഞാൻ പറഞ്ഞ നന്ദേട്ടനെല്ലാം മനസ്സിലാവും. വേണ്ട മോളെ, അവന്റെ മനസ്സിപ്പോ അസ്വസ്ഥമാണ്. അതൊന്ന് തണുക്കട്ടെ. നിന്നെ കൂടാതെ നന്ദനും ജീവിക്കാൻ കഴിയില്ല. അച്ഛൻ പോകാം. കാല് പിടിച്ചെങ്കിലും അവന്റെ മനസ്സ് മാറ്റാൻ. മക്കളെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്ന അച്ഛനമ്മമാരെ ഞാനും കണ്ടിട്ടുണ്ട്. കൊഞ്ചല് കൂടിയാ പിള്ളേരെ വഷളാവും. അതാ ഇവിടെ സംഭവിച്ചത്. കല്യാണത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായി അഴിഞ്ഞാടി നടന്നിട്ട് സ്വന്തം ശരീരം പോലും അവന് സമർപ്പിച്ചിട്ട്. നന്ദ, ഞാൻ അവളുടെ അച്ഛനാണ്. ഇങ്ങനൊരു ആലോചന വന്നപ്പോ എതിർത്തവർ പലരുണ്ടായിരുന്നു. എന്നിട്ടും ഞാനത് സമ്മതിച്ചത് കുട്ടിത്വം വിട്ടുമാറാത്ത എന്റെ കുഞ്ഞു ചെയ്യുന്ന തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പക്വത നന്ദനുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ടാ ഒരു ജീവിതം തുടങ്ങിയതും അത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചതും. പൊരുത്തപ്പെട്ട് പോവില്ല എന്ന് പൂർണ്ണമായി ബോധ്യം വന്നിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന് ഇനി മാറ്റമില്ല. നന്ദ, ഇനി ഇതേ ചൊല്ലി ഇങ്ങോട്ട് വരണമെന്നില്ല ആരും. ഹലോ, നന്ദേട്ട ആതിരയാണ്. എന്താമേ? ഒന്നുമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, അവളും കുഞ്ഞും പോയേ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലായി. ശിവശങ്കരനെയും കൂട്ടി ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരട്ടെ മോനെ. എന്തിന്? എനിക്കിനി അവളെ കാണണ്ട. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കണം. തെറ്റ് ചെയ്യാത്തവരാരുണ്ട്? അങ്ങനെ മറക്കാൻ പറ്റുന്ന തെറ്റല്ല അവള് ചെയ്തത്. വെളുക്ക ചിരിച്ചോണ്ട് അവളെന്നെ ചതിക്കായിരുന്നു. സത്യം എന്തു ആയിക്കോട്ടെ, അവള് തെറ്റുകാരിയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ നിന്റെ സംശയങ്ങളാ. ഓഹോ, അമ്മയെ അവൾക്ക് വേണ്ടി വാദിക്കുകയാണോ? അത്ര നിർബന്ധമാണെ മരുമോളെ വിളിച്ചോണ്ടെന്ന് ഇവിടെ താമസിപ്പിക്കേ. പക്ഷെ ഞാൻ പിന്നെ ഇവിടെ കാണില്ല. വേണ്ട, അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യണ്ട. നിങ്ങൾക്ക് അകം വയ്ക്കാൻ കാരണങ്ങളുണ്ടാവും. പക്ഷേ പാവാ കുഞ്ഞ്, അവൻ എന്ത് പഴിച്ചു? നന്ദകുമാർ, എന്തൊക്കെയാ നന്ദകുമാരാ ഞാൻ കേൾക്കുന്നത്? ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? പക്ഷേ അതിന്റെ പേരിൽ ഈ കേസിന് ഹാജരാകാരുന്നത് വലിയ തെറ്റായിപ്പോയി. എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സാർ. ഇതൊന്നും കരിയറിനെ ബാധിക്കാതെ നോക്കണം. ആലോചിച്ച് വേണ്ടത് ചെയ്യേ.
മോർണിംഗ് സാർ. സാറേ, ഇവിടെ ആകെ പാട്ടായി. ശത്രുക്കൾ ആരോ ശരിക്ക് പ്രചരണം കൊടുക്കുന്നുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും സാറിനെ മാറ്റാൻ നീക്കം നടക്കുന്നതായി ഒരു ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടു. ഡൈവോഴ്സ് നോട്ടീസാ. ചേച്ചി, എന്തോ ചേച്ചി? ചേച്ചി, എന്തിനാ കരയുന്നേ? എന്തു വേണം? കുറച്ചുകൂടി മനുഷ്യത്വവും മെച്ചൂരിറ്റിയും ഞാൻ സാറിൽ നിന്നും പ്രതീക്ഷിച്ചു. ഒന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് വളരെ ചീപ്പായി പോയി. പിന്നെ നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് ഞാൻ അവളെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? ജീവിതത്തിൽ ഒരു മൊറാലിറ്റി ഇല്ലാത്ത നീ എന്നെ ഉപദേശിക്കാൻ പറ്റുന്നു. എന്റെ സ്വഭാവം നിങ്ങളെപ്പോലുള്ള മാന്യന്മാരുടെ കാഴ്ചപ്പാടിൽ മോശമാണ്. ഒരു പെണ്ണിന് ഒരു ലിഫ്റ്റ് കൊടുത്താലോ അവളോടൊന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ചാലോ അവിഹിത ബന്ധം ആരോപിക്കുന്ന നിങ്ങളെപ്പോലുള്ള മാന്യന്മാരോട് എനിക്കൊന്നും ബോധിപ്പിക്കാനില്ല. എനിക്കറിയാം ഞാൻ ആരാണെന്ന്. അത്ര ചങ്കൂറ്റമുള്ളവരാണെങ്കിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവളെ സംരക്ഷിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ മറ്റൊരുത്തിന്റെ പടലിക്ക് വെച്ച് കിട്ടുന്നതല്ല മാന്യത. ആര് പടലിക്ക് വെച്ച് കിട്ടിയെന്ന് മേലിൽ ഈ അനാവശ്യം സംസാരിക്കരുത്. നീ എന്ത് ചെയ്യും? പ്രൊഫഷന്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ഭാര്യ ഉപേക്ഷിക്കുന്ന നിങ്ങളെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അവളെ ഉപേക്ഷിച്ചാലും അവൾ അനാഥയാവുന്നൊന്നും കരുതണ്ട. അവളെ സംരക്ഷിക്കാൻ വേറെ ആണുങ്ങളുണ്ടാവും. You get out! Get out from this compound! Don't shout at me! നീ അകത്ത് പോ. ഇത്രയൊക്കെ കാണിച്ചു വെച്ചിട്ട് വീട്ടിൽ കയറി അവന്റെ ഹുങ്ക് കണ്ടില്ലേ? കേറി പോകാനാ പറഞ്ഞത്. അനു, അനന്തമോൻ അസുഖമൊന്നുമില്ലല്ലോ? അവനൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് കളിക്കും ചിരിക്കും കുറവൊന്നുമില്ല.